Hello guys, welcome back. It's me Explorer Karthik. നമ്മൾ ആ സെയിം ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് സിമുലേറ്റർ കേരള ഇവിടെ ഒരു അപ്ഡേറ്റഡ് വെർഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലൊരു ബ്രേക്ക് ഗെറ്റ് റെഡി ഫോർ ഒരു ചെറിയൊരു ബ്രേക്ക് ആയിരിക്കും. ഓക്കെ, എന്തായാലും പെട്ടെന്ന് ഗെയിമിലേക്ക് പോകാം. നമ്മുടെ ബസ് ഇതേ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ട്രിപ്പ് വന്നിരിക്കുന്നത് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ ടു കോതമംഗലമാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ട്രിപ്പ് അങ്ങ് തുടങ്ങിയേക്കാം. നമുക്ക് ഇൻസൈഡ് വ്യൂ ആണ് ഇഷ്ടം എങ്കിലും നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി, അതുപോലെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ ഔട്ട്ഡോർ വ്യൂ ഇട്ട് ഓടിക്കുവാണ്. ഔട്ട്ഡോർ വ്യൂ ഇട്ട് ഓടിക്കുമ്പോൾ ചെറിയ പാളിച്ചകളൊക്കെ വരും. കാര്യം എനിക്ക് ഔട്ട്ഡോർ ഇട്ട് ഓടിച്ചത്ര ഇതിൽ നമ്മൾ ചെയ്യത്തില്ല. ഔട്ട്ഡോർ നമ്മൾക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. അയ്യോ അയ്യോ അമ്മച്ചിയേ, ദേ വണ്ടി ആണ്ട ഈസി ഇതിലെ കൂടെയൊക്കെ പോകുന്നേ. എനിക്ക് ഈ വ്യൂ ഒന്നും സെറ്റ് ആവത്തില്ല. ഗേസ്, അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി പറപ്പിക്കാൻ പോവുകയാണ്. മൂവാറ്റുപുഴ കോതമംഗലം. ആങ്കിൾ വണ്ടിയുടെ ഇരട്ടപ്പേര് ആങ്കിളാണ്. BSK ആണ് വണ്ടി, ഇരട്ടപ്പേര് ആങ്കിള്. ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടിയാണ്. നമ്മൾ ഇച്ചിരി പാളിച്ചൊക്കെയാണ് ഓടിക്കുന്ന കാര്യം. നമ്മൾ പ്രോ ഡ്രൈവേഴ്സൊന്നും അങ്ങനെ ഇല്ല. ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പാണ് നമ്മുടെ. ആണോടാ ഈ ഒരു ഫ്രണ്ട് കയറാറില്ല. എന്തോ ആണുങ്ങളുടെ സ്ഥിര സ്വഭാവം എടുക്കുന്ന കുറച്ച് പിള്ളേരാണ് ഇവന്മാർ. കാര്യം പുറകെ കൂടെ മാത്രം കയറുന്നവരാണ് ബാക്ക് സീറ്റേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ ഗെയിം കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഫുള്ള് ഇടാൻ പറ്റിയില്ല. അതായത് നമുക്ക് ഫുള്ള് സ്റ്റാൻഡ് കയറ്റുന്നോളം വരെ ഇടാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ അതിനുള്ള സ്റ്റാൻഡ് കയറ്റുന്നോളം വരെ ഇട്ടിരിക്കും. ഈ വ്യൂ എനിക്കത്ര ഇഷ്ടമാകുന്നില്ല. എനിക്ക് മാത്രമല്ല, ഫോണിനും അത്ര ഇഷ്ടമാകുന്നില്ല. കണ്ടില്ല, കൺട്രോൾ കിട്ടുമോ? ഓക്കെ, നമ്മൾ ആംഗിൾ സെറ്റാക്കിയിട്ടുണ്ട്. വണ്ടിക്ക് ആംഗിൾ സെറ്റാക്കിയിട്ടുണ്ട്. ചവിട്ടി പിടിക്കാം നമുക്കിനി. ചവിട്ടി പിടിക്കേണ്ട അതിനും പുറത്ത് സ്റ്റോപ്പെത്തി. ഈ റൂട്ടിൽ കൂടെ ഒക്കെ ഡോർ തുറന്നിട്ട് പോകുന്നതാണ് നല്ല. എടാ പെണ്ണുങ്ങളൊക്കെ പുറകെ കയറണം, കൊള്ളാലോ. ഏത് കാലം നമ്മുടെ വണ്ടി പൊളി ലുക്കാണ്. ഈ ഗജവീരൻ്റെ ലുക്കുള്ള വണ്ടിയാണ് നമ്മുടെ. ഈശ്വരാ, ഇപ്പം ഗജവീരൻ മാട്ട കയറിയല്ലോ. എടാ നിങ്ങളെ എന്നാ കാണിക്കുക? വണ്ടി ഇവിടെ തിരിക്കുന്ന ഇൻഡിക്കേറ്റർ ഇട്ട് തിരിക്കുന്നവനെ കണ്ടുകൂടാ. കണ്ണിക്കുരുവാണ്, ആർക്കറിയാം. ഇതാ നമുക്ക് നൈസി വണ്ടി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് എന്തൊക്കെയാണ് ഈസ് നടക്കുന്നത്? നമ്മുടെ ഈ വലിയ കേരളത്തിൽ എന്തൊക്കെയാണ് ഈസ് നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടി ഫുള്ള് ഇടിയും പരിപാടിയൊക്കെയാണ്. ഇനി നമ്മൾ ഔട്ട്ഡോർ വ്യൂ തന്നെ ഇട്ട് ഓടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ ഗെയിം പോലെ തന്നെ, അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ്. പിന്നെ ആ ടിക്കറ്റ് എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ മുഴുവിപ്പിക്കാൻ പറ്റിയില്ലേ. ഇന്ന് നമ്മളതെല്ലാം മുഴുവിപ്പിച്ച് അത് ടിക്കറ്റിൻ്റെ ഉപയോഗം എന്നാന്ന്, മീൻസ് നമ്മൾ ഗെയിമിൽ ടിക്കറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിക്കാം. അതിൻ്റെ അടുത്തൊരു വീഡിയോ ഒരു ടിക്കറ്റ് പൈസ കൊണ്ട് ഉപകരിച്ച ഒരു ബസ് നമ്മൾ എടുക്കുന്നതായിരിക്കും. ആ ബസ്സിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്ത് വരുന്നത്. കണ്ടോ നമ്മൾ വെട്ടിച്ചങ്ങ് പോവാണ്. നമ്മൾ ഇൻഡോർ വ്യൂ പുലികളായി.
കറക്റ്റ് ബ്രേക്കിംഗ് ആണ്. ജസ്റ്റ് മിസ് ഒന്ന് വാളിയായിരുന്നെങ്കിൽ ഇപ്പോൾ ആ മാരുതിക്കാരൻ അപ്പുറത്തെ പറമ്പിൽ കിടന്നേനെ. ഓക്കെ എനിവേ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ തേർഡ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടി ഇറക്കിയിട്ടുണ്ട്. പറപ്പിച്ച് വിടാം കേസ്. നമുക്ക് ഇനിയും ഇത് പറപ്പിക്കണം നമുക്ക്. കേസ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്തൊരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അയ്യോ, ഡോറ് തുറന്നു അപ്പോൾ അടച്ച് പൊട്ടത്തിന് പോയി പണിയുന്നേ. ഓക്കെ ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടി ഏതായാലും ഇനിയിപ്പോൾ പറപ്പിക്കണം ഇവിടുന്ന്. അവിടെ വലിയ സമയം ഇല്ല, വലിയ റൂട്ടും ഇല്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോകാം. അവിടെ ഒരു മാസ് ഇടാൻ നോക്കിയത്, പക്ഷെ സെറ്റായില്ല. ഇവിടുന്ന് ആയാലും സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല. തൊട്ട് കാലം തന്നെ ആരോ കൊണ്ടൊരു ഇത് പണിത് വെച്ചിരിക്കുമോ ബസ് സ്റ്റാൻഡ്. അതുകൊണ്ട് അടുത്ത ആൾക്കാരും കയറി. ഇവരൊക്കെ കയറുന്നുണ്ട്, പക്ഷെ വണ്ടിക്കകത്ത് ആരും കാണുന്നില്ല. ഈ തന്നേനല്ലേ ഈ സുമ്പയും കയറിയേ. എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നു എനിക്കൊന്ന് കയറിയവരെന്നെ വീണ്ടും നമ്മളറിയാതെ ഇറങ്ങിയിട്ട് വീണ്ടും കയറിയിട്ട് അങ്ങനെ എന്തോ പരിപാടിയാണ്. എനിക്കറിഞ്ഞുകൂടാ. ഈ വഴി നല്ല സുപരിചിതം കേസ്. അപ്പം നമ്മളങ്ങനെ സുപരിചിതമായ ഓഫ് റോഡ് വഴിയിലേക്ക് കയറാൻ പോവാണ്. കുഗ്രാമമുള്ള അടിക്കടി ചുവപ്പുള്ളതുകൊണ്ട് നമ്മൾ ഡോറ് തുറന്നിട്ടിട്ടാണ് പോകുന്നത്. ഇവിടെ ഞാനൊരു ഇതിലെ കൂടെ ഞാൻ പറപ്പിക്കും, റൺവേ പണിയിക്കും ഞാൻ. പിന്നല്ല റോഡൊക്കെ നൈസ് പണിയാത്ത്. ഗതാഗത മന്ത്രി ആരാന്ന് വിളിച്ചിട്ടൊന്ന് ശരിയാക്കാൻ പറയായിരുന്നു. കണ്ടോ, അവിടെ വരെ ഓടിച്ചെല്ലുമ്പോൾ വണ്ടിയുടെ പാർട്സ് മൊത്തം പോകും മീസ്. 100% ഉറപ്പാണ്. ഞങ്ങളുടെ വീണ്ടും ഹെഡ്സെറ്റ് വെച്ച കുഞ്ഞൻ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും വെയിറ്റ് പോയാ പോ നീ പോ. അയ്യ, അപ്പോൾ നമ്മളെ ചവിട്ടി പിടിക്കുവാണ്. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ചെല്ലണം, അത് നമ്മുടെ ആവശ്യമാണ്. കണ്ടപ്പോഴത്തേനും അടുത്ത ഷോപ്പിൽ ലൈസ് മറ്റേ ഹെഡ്സെറ്റ് വെച്ച ലൈസ് ചെയ്തതോ ഏതോ വലിയ ആൾക്കാരാണ്. കുഴപ്പമില്ല, നമുക്ക് ഏതായാലും അവർ പെട്ടെന്ന് കയറി. ഓക്കെ എന്ന് വെച്ചിട്ട്